friends, welcome back to Yumi and Kerala. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ സൂപ്പാണ്. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ കർക്കിടക മാസമൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് സൂപ്പൊക്കെ കഴിച്ചാൽ വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ്റെ കുറേ കഷ്ണങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് ചിറകിൻ്റെ ഭാഗം, കഴുത്ത്, അങ്ങനെയുള്ള എല്ല് ഉള്ള കഷ്ണങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ലെഗ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇപ്പോൾ ഒത്തിരി പേർക്കാണ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കുന്നതെങ്കിൽ ലെഗൊക്കെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഒരു ചിക്കനൊക്കെ മേടിച്ച് കറി വെക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ഈ എല്ല് ഭാഗങ്ങളെല്ലാം മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു സൂപ്പ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഈ പീസുകൾ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരു ബേ ലീഫ് 4 കഷ്ണങ്ങളാക്കി ചെയ്ത് നമുക്ക് ഇതിലോട്ട് ഇടാം. ബേ ലീഫ് എന്ന് പറഞ്ഞാൽ കറുവപ്പട്ടയുടെ ഇലയാണ്. അത് ഉണങ്ങിയ ഇലയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന പച്ചയാണ്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. എണ്ണയിൽ കിടന്ന് ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. നേരിയതായിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയൊരു ഗോൾഡൻ കളർ ആകണം. എണ്ണയിൽ കിടന്ന് ചിക്കനൊന്ന് പതുക്കെ വെന്ത് വരണം. നമുക്ക് മൂടി വയ്ക്കാം. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചെറിയൊരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ഉപ്പാണ്. നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. നമുക്ക് വേവിച്ചെടുക്കാം. 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു അരിപ്പയിലോട്ട് ഊറ്റാം. അപ്പം നമുക്കിനി ഇത് ഒരു അരിപ്പയിലോട്ട് ഊറ്റാം. ഞാനൊരു അരിപ്പയിലോട്ട് ഊറ്റിയിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ്റെ ചൂടൊന്ന് ആറണം. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്ന് ഇറച്ചി വേർതിരിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചൂടാറാൻ വെക്കാം. അപ്പോൾ ചിക്കൻ്റെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇറച്ചി വേർതിരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇറച്ചി വേർതിരിച്ചെടുക്കാം. ഇങ്ങനെ കൈ വെച്ച് ചെറിയ കഷ്ണങ്ങളാക്കി സെപ്പറേറ്റ് ചെയ്തെടുക്കണം. കൈ വെച്ചോ അല്ലെങ്കിൽ നമുക്കൊരു പോർക്ക് വെച്ചിട്ട് ഇങ്ങനെ എടുത്താൽ മതി. ഇറച്ചി വേർതിരിച്ച് കിട്ടും.
ഇറച്ചി കഷ്ണങ്ങളെല്ലാം ഞാൻ പിച്ചി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പാനിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സൂപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ക്യാബേജ് ചെറിയ കഷ്ണമാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാരറ്റ് അതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അതും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലോട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത്, ഇതിൻ്റെ കൂടെ നമുക്ക് സവാള വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടില്ല. സ്പ്രിംഗ് ഓനിയൻ്റെ വൈറ്റ് ഇതാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലോട്ട് ഗ്രീൻ സ്പ്രിംഗ് ഓനിയൻ കുറച്ചിട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും. നമുക്ക് ഒരു 10 മിനിറ്റ്സ് മൂടി വെച്ച് അതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യം കുരുമുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി തൂളി കൊടുക്കാം. പിന്നെ നമുക്കതിലോട്ട് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ. ആദ്യം നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. കുറവാണെങ്കിൽ മാത്രം രണ്ടാമത് ഇട്ടാൽ മതി. ഞാൻ ഇട്ട് വെച്ച് അല്പം കുറവാണ്, ഞാൻ രണ്ടാമത് ഒരല്പം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. വീണ്ടും നമുക്കൊന്ന് ഒരു 5 മിനിറ്റ്സ് മൂടി വയ്ക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. അത് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് 2 മുട്ട അടിച്ചു വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് അല്പം റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. വീണ്ടും നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 3 മിനിറ്റ്സ് തിളപ്പിച്ചെടുക്കാം. 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യം കോൺഫ്ലവർ ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 സ്പൂൺ കോൺഫ്ലവർ ആണ്. അത് നോർമൽ വാട്ടറിൽ കലക്കി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവർ ചേർക്കുന്നത് കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. എൻ്റെ മക്കൾക്ക് ഒത്തിരി കുറുകിയിരുന്ന ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് സൂപ്പിന് നന്നായിട്ട് കുറുകിൽ വേണമെങ്കിൽ കോൺഫ്ലവർ കുറച്ചും കൂടി ചേർത്താൽ മതി. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ചിക്കൻ സൂപ്പ് ടേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആ വെജിറ്റബിളും എഗ്ഗും ചിക്കനൊക്കെ അടങ്ങിയിരിക്കുന്ന കാരണം വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ മധുരത്തിന് വേണ്ടി വേണമെങ്കിൽ അല്പം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, വേണ്ടവർക്ക് മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്.
അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തൂ, എല്ലാവർക്കും ഷെയർ ചെയ്യൂ. താങ്ക്